ഹലോ, 2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് അതായത് പിങ്ക് കളർ കോട്ട ഫാബ്രിക്കാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റിലായിട്ടാണ് ആ ഒരു മെഷീൻ എംബ്രോയ്ഡറി വന്നിട്ടുള്ളത്. കോട്ടൺ ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് എനിക്കും ഹേസലിനും കൂടെയുള്ള ഒരു കോംബോ ചെയ്യാനായിട്ടാണ്. ഹേസലിന് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫ്രോക്കാണ്, അതുപോലെ എനിക്ക് ചുരിദാർ, അതാണ് സെറ്റ് വന്നിട്ടുള്ളത്. ഇതൊരു 2 ഇയേഴ്സായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. ഇപ്പോഴാണത് പയ്യൊന്ന് എടുത്ത് സെറ്റാക്കിയത്. പക്ഷേ ഹേസലിൽ ഞാനൊരു 2.5 എങ്കിലും മിനിമം എടുക്കാറുണ്ട് മീറ്റേഴ്സ്, നല്ല പ്ലേറ്റ് കിട്ടാനായിട്ട്. ഇത് പക്ഷേ ഒരു ജസ്റ്റ് 2 മീറ്റേഴ്സ് അതിന് താഴെ ഉള്ളൂ. ഇത് മൊത്തം നമ്മളിനി പ്ലേറ്റ് ഇട്ടെടുക്കണം. ഒരു ഫാബ്രിക്കിൽ 1 സൈഡിൽ സ്കാലപ്പ് വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രോക്കിൻ്റെ വരുവാണെങ്കിൽ ഫ്രണ്ട് പാർട്ടിൽ ബോട്ടം പോർഷനിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കിലില്ല. ചുരിദാറിൻ്റെ ആണെങ്കിൽ ഷോളിന് 2 സൈഡും സ്കാലപ്പ് ഉണ്ട്, 2 സൈഡ്സ് മെഷീൻ എംബ്രോയ്ഡറിയും ഉണ്ട്. ടോപ്പിൽ ചെസ്റ്റ് പോർഷനിലുണ്ട് വർക്ക്, ബോട്ടം ഒന്നും സ്കാലപ്പില്ല, നോർമലായിട്ട് തന്നെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും 2 വർഷമായിട്ട് പോസ്റ്റായിട്ടിരിക്കുന്നൊരു ഫാബ്രിക്കായിരുന്നു. പക്ഷെ കോട്ട ആയതുകൊണ്ടായിരിക്കും നല്ലൊരു എന്താ പറയുക, ഇപ്പോഴും അതേ ഒരു ഫ്രഷ്നെസ്സോടെ ഇരിപ്പുണ്ട്. നല്ലൊരു എന്താ പറയുക, സ്റ്റിഫായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കോട്ട ഫാബ്രിക്സ് നിങ്ങൾക്കറിയാം, നമുക്ക് എപ്പോഴും അയൺ ചെയ്യണം, പശയിടണം. അങ്ങനെ നല്ല സ്റ്റിഫായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഇടുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും, പറന്ന് നിൽക്കും ഈ ഒരു ഡ്രസ്സ്. അങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സൊക്കെ എടുത്ത് നമുക്ക് ഈ 2 മീറ്റേഴ്സിൽ ഹേസലിന് നല്ലൊരു ഫ്ലെയർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബാലൻസ് ഫാബ്രിക് ഒന്നും പോവാതെ തന്നെ ജോയിൻ ചെയ്തെടുക്കുവാണേ. കുറേ നാൾ കൂടിയിട്ടാണ് ഹേസലിന് ഇങ്ങനെ പ്ലേറ്റ് ഇട്ടുള്ള സ്കേർട്ട് ചെയ്യുന്നത്. ഒന്നാമത് ഹേസലിന് പ്ലേറ്റഡ് ആയിട്ടുള്ള ഫ്രോക്കാണ് നല്ലത്. നല്ലതായിട്ട് മെലിഞ്ഞിട്ടാണ്, വണ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ, പിന്നെ നല്ല ഹൈറ്റും ഉണ്ട്. അതുകൊണ്ട് പ്ലേറ്റഡായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഭംഗി, അംബ്രല്ല കട്ട് ഡ്രസ്സിനേക്കാളും. ഇപ്പോൾ ഒരു 2 കൊല്ലം അടുത്തായി എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ചെയ്തേക്കാം. ഇവളുടെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എന്താ ചെയ്യാൻ. പക്ഷെ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന കേട്ടോ. ഈ കോട്ടയുടെ ഒരു പ്രത്യേകതയല്ലേ, നല്ല സ്റ്റിഫായിട്ടിരിക്കും തുണി. പക്ഷേ അയൺ ചെയ്യണം, ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും അയൺ ചെയ്യണം. അങ്ങനെ അയൺ ചെയ്യുകയും പശയിടുകയും ചെയ്യും. ഏകദേശം 2 മീറ്റേഴ്സ് അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒട്ടും വേസ്റ്റ് ആക്കാതെ ജോയിൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട്, ഭംഗിയാണ്. എന്നാലും കൂടുതൽ ഫ്ലെയർ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അതും കൂടെ അറ്റാച്ച് ചെയ്തേക്കുവാണ്. എനിക്കിഷ്ടം ഈ കളറ്, നല്ല പിങ്ക് അല്ലേ. ഈ കളറ് എല്ലാവർക്കും നല്ലതല്ലേ, എല്ലാവർക്കും ഈ കളറ് ചേരും. ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീൽ അല്ലേ. സൗദിയിൽ പോകുമ്പോൾ എൻ്റെ ഈ മെഷീനെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും. പാവയുടെ ഒറ്റയ്ക്കിരിക്കും. അതുപോലെ എൻ്റെ കുറേ തുണികളും. സത്യം പറഞ്ഞാൽ സൗദിയിലെ മെഷീനിൽ തയ്ക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. മേടിച്ച പാടെ അവിടെ ഇരിക്കുക. ഇതിന് 1 സൈഡ് മാത്രമേ സ്കാലപ്പ് ചെയ്തിട്ടുള്ളൂ, ഫ്രണ്ടിൽ മാത്രം, ബാക്കിൽ ചെയ്തിട്ടില്ല. അപ്പോൾ റേറ്റ് കൂടുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഷോളിൽ 2 സൈഡും ഉണ്ട്. എൻ്റെ ഡ്രസ്സ് കാണിച്ചില്ലല്ലേ. ഞാൻ വാങ്ങിച്ചത് എവിടെയാണ്, ചെയ്തത് എവിടെയാണെന്നുള്ളതിൻ്റെ എല്ലാം വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർക്ക് അത് കാണാം. ഇതൊരു സ്പോൺസർ ചെയ്ത വീഡിയോ ഒന്നുമല്ല, ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊണ്ട് മേടിച്ച ഡ്രസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി, മേടിക്കണമെന്നുമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്തു.
ഓക്കെ, ഇച്ചിരൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഫ്ലെയർ കിട്ടിയാണ്. ഇത്രയും വേണ്ട, കുറച്ചും കൂടെ നമുക്ക് ചുരുക്കി പ്ലീറ്റ് ഇടണം, കാരണം ഇത്രയും വീതി ആൾക്കില്ല. ഇപ്പോൾ 15 ഉണ്ട്, ഒരു 12 നിർത്താം. ഇനി നമുക്ക് ലൈനിങ് പിടിപ്പിക്കണം. അത് ഞാൻ കോട്ടൺ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. ഹേസലിന് ഞാൻ കോട്ടൺ ലൈനിങ് ആണ് സ്ഥിരമായിട്ട് എടുക്കാറുള്ളത്. ഹേസലിന് മാത്രമല്ല, കുഞ്ഞു കുട്ടികൾക്കൊക്കെ വർക്കിന് ഞാൻ കൂടുതലും കോട്ടൺ ലൈനിങ് ആണ് എടുക്കാറുള്ളത്. പിന്നെ ചിലതിന് മാത്രം ക്രേപ്പ് ലൈനിങ്ങും കൂടെ ആഡ് ചെയ്യും, കുറച്ചും കൂടെ സോഫ്റ്റ് വേണ്ടവർക്ക്. ലൈനിങ് പക്ഷെ കുറച്ച് ലൈറ്റായിപ്പോയി, അതുകൊണ്ട് ഒരു ഭംഗി കുറയുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഇച്ചിരി ഡാർക്ക് ആയിരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിന്നേനെ. യോക്ക് പാർട്ടിന് സെയിം കളറിൻ്റെ ലൈനിങ് വാങ്ങിക്കണം, ഇച്ചിരി ഡാർക്കായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. അത് നമ്മുടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടേ. ഇനി എൻ്റെ ഡ്രസ്സിൻ്റെ ഫാബ്രിക് കാണിച്ചു തരാം. ഇതാണ് ചുരിദാറിൻ്റെ ടോപ്പ് പാർട്ട് ചെയ്യാനുള്ള ഫാബ്രിക്. ഇതിൻ്റെ യോക്ക് പാർട്ടിൽ ഹേസലിൻ്റെ സെയിം എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. ഇത് 2.5 മീറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. ഇത് തയ്ക്കാനുള്ള കോട്ടൺ ലൈനിങ് എൻ്റെ കയ്യിലില്ല. അത് ഹേസലിനേക്കാളും കുറച്ചും കൂടി മാച്ച് ആവുന്ന രീതിയിലുള്ള ലൈനിങ് എടുക്കണം. ഇതിൻ്റെ ഷോളാണ് ഹൈലൈറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 സൈഡ്സ് സ്കാലപ്പ് വന്നിട്ടുണ്ട്, അതുപോലെ 2 സൈഡ്സിൽ എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. എനിക്ക് പൊതുവേ കോട്ട ഇഷ്ടമാണ്. പിന്നെ അലക്കി മറ്റേ പശയിടണം, അയൺ ചെയ്യണം എന്നതുകൊണ്ടാണ് കുറച്ച് മടിയുള്ളത്. ശരിക്കും ഇത് നല്ല ഭംഗിയാണ്. ഈ കോട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഡേ വർക്ക് കഴിഞ്ഞു, എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ വന്നിട്ട് യോക്ക് പാർട്ട് കട്ട് ചെയ്യണം. ഹായ്, ഇന്ന് സെക്കൻഡ് ഡേ. ഞാനിവിടെ യോക്ക് പാർട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. യോക്ക് പാർട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്തേ. നമ്മളെ ലൈനിങ് കറക്റ്റ് ആ ഒരു ഫാബ്രിക്കിൻ്റെ കളറല്ല, കുറച്ച് ഡിമ്മാണ്. കറക്റ്റ് കളറ് കിട്ടാൻ ഇനി എനിക്ക് പോയി മേടിക്കാനായിട്ട് തോന്നിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളർ തന്നെ വെച്ചു. പിന്നെ നമ്മുടെ ഈ മെഷീനിലുള്ള കുറച്ച് കളർ വ്യത്യാസമൊക്കെ കണ്ടില്ലേ, അത് വേറൊന്നുമല്ല, നമ്മുടെ മെഷീൻ മേടിച്ചിട്ട് ജസ്റ്റ് ഒരു 1.5 വർഷമായിട്ടുള്ളൂ. അത് ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ ഒട്ടിച്ചാണ്, കുറച്ചുകൂടെ വീഡിയോ എടുക്കാനൊക്കെ ഭംഗിയാവുന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഹേസൽ ഇതെല്ലാം പറിച്ച് കളഞ്ഞതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വൃത്തികേടായിട്ട് മോശമായിട്ട് ഇരിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ മെഷീൻ്റെ പ്രോബ്ലം ഒന്നുമല്ല, വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തത് കൊണ്ടുമല്ല. നമ്മൾ വാൾപേപ്പറൊക്കെ വെച്ചൊന്ന് അടിപൊളിയാക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ അത് പറിച്ചെടുത്തത് കൊണ്ട് അങ്ങനെയായി മാറി. ഓക്കെ, ഇനി ഞാനത് ലൈനിങ്ങായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോവാണേ. വളരെ സൂക്ഷിച്ചാണ് കട്ട് ചെയ്യുന്നത്, കാരണം നല്ല ഒരു എംബ്രോയ്ഡറി ആണ്, നല്ല സൂക്ഷിച്ച് കട്ട് ചെയ്യണം. വേറെ തുണി നമ്മുടെ കയ്യിലില്ല, അതുകൊണ്ടൊക്കെ തന്നെ. മാത്രമല്ല ഇത് പുതിയ കത്രികയാണ് കേട്ടോ, ഞാൻ ആദ്യമായാണ് ഈ കത്രിക മേടിച്ച് പിന്നെ കട്ട് ചെയ്യുന്നത്. നല്ല മൂർച്ചയാണ്, അതുകൊണ്ട് നല്ല സൂക്ഷിച്ചാണ് കട്ട് ചെയ്യുന്നത്. എപ്പോഴും അവനവന് വേണ്ടി തയ്ക്കുമ്പോഴേക്കിനും ഒരു പിശുക്ക് കാണിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ലൈനിങ് വളരെ കുറവായിരുന്നു, കറക്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തു, ലൈനിങ് കട്ട് ചെയ്തു, ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് രണ്ടും കൂടെ ജോയിൻ ചെയ്യണം, ബാക്കിൽ സിബ് വെക്കണം. ഈ വീഡിയോയുടെ ബാലൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ടാണ് ചെയ്യണത്. ആ വീഡിയോയിൽ ഈ ഡ്രസ്സ് ഫിനിഷ് ചെയ്തതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ദെൻ താങ്ക് യു.